യെസ്, അപ്പോൾ ഒരു വാർത്താ ദിനം കൂടി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇപ്പം ഒരുപാട് വിശേഷങ്ങളും കഥകളും പാട്ടുമൊക്കെയായി നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ വർദ്ധിത വിരത്തോടു കൂടി നമുക്ക് ഇന്ന് ആരംഭിക്കാം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. കഴിഞ്ഞ ദിവസം നടന്ന വാർത്തകളുടെ തുടർ വാർത്തകൾ ഇന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തകളാണ്. നമ്മുടെ ബൽറാം നെടുങ്ങാടി അവിടെ കൊൽക്കത്തയിൽ തുടരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ബൽറാം നൽകുകയും ചെയ്യും. ഇത് ഉൾപ്പെടെയുള്ള മറ്റ് വിശദമായ വാർത്തകൾ ഇന്ന് പുറത്തു വന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. You are watching 24 from News Headquarters, Kochi. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തം. രാത്രിയിലും തെരുവിലിറങ്ങി ഡോക്ടേഴ്സ് സംഘടനകൾ. IMA സമരത്തിൽ ആരോഗ്യ മേഖല സ്തംഭിച്ചു. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ബംഗാൾ സർക്കാരിനെ വിമർശിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ഡോക്ടേഴ്സിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചുകളി തുടർന്ന് സർക്കാർ. റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. തീരുമാനം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിൽ. സർക്കാരിന് റോളില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൊതുസമൂഹം അറിയേണ്ടതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എൻകൗണ്ടർ പ്രൈമിൽ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആരോപണ വിധേയൻ. തനിക്കെതിരെ വ്യാജ പ്രചാരണമെന്ന് റിബേഷ് രാമകൃഷ്ണൻ. നോട്ടീസിന് മറുപടി നൽകില്ലെന്ന് പാറക്കൽ അബ്ദുള്ള. വടകരയിൽ നാളെ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം. MV ഗോവിന്ദൻ വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. നാളെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി കൊക്കയാറിലും ചെറുതോണിയിലും മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു. കോട്ടയം ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്ക്. മീൻ പിടിക്കുന്നതിനിടെ കടലിൽ കാണാതായ പൊന്നാനി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കുള്ള മൊറട്ടോറിയം ചർച്ച ചെയ്യാൻ ബാങ്കേഴ്സ് സമിതി യോഗം തിങ്കളാഴ്ച. അടിയന്തര ധനസഹായമായ 10,000 രൂപ 617 പേർക്ക് നൽകിയെന്ന് സർക്കാർ. പ്രത്യേക അദാലത്ത് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് സർക്കാർ. വാടക വീടുകൾ ചൊവ്വാഴ്ചയോടെ സജ്ജമാക്കും. ദുരന്തത്തിന്റെ ആഘാതം ചെറുതല്ലെന്ന് മുഖ്യമന്ത്രി. ശിരൂർ ദൌത്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം. അടിത്തട്ടിലെ മണ്ണ് നീക്കാതെ തിരച്ചിൽ സാധ്യമല്ലെന്ന് ജില്ലാ ഭരണകൂടം. ഡ്രഡ്ജർ എത്തും വരെ തിരച്ചിൽ ഉണ്ടായേക്കില്ലെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. ഡ്രഡ്ജർ എപ്പോൾ എത്തിക്കുമെന്നതിൽ അവ്യക്തത. പൊതുവേദിയിൽ പീരുമേട് MLAയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. വാളൂർ സോമൻ ഡീൻ കുര്യാക്കോസ് MPയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണം. പ്രതിഷേധം. ഉപ്പുതറയിൽ കർഷക ദിനാചരണ പരിപാടിക്കിടെ MLAയെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികൾ കീഴടങ്ങി. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് 5 പേർ. കൊച്ചി മരടിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘവും പങ്കെടുത്തു. 6 ഗുണ്ടകൾ പോലീസ് കസ്റ്റഡിയിൽ. ഭൂമി ക്രമക്കേട് പരാതിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി. നടപടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി വിതരണ ഇടപാടിൽ. നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സിദ്ധരാമയ്യ. മുഖ്യമന്ത്രി രാജിവെക്കില്ലെന്ന് DK ശിവകുമാർ. പ്രതിഷേധവുമായി BJP. പാരീസിൽ നിന്നും മടങ്ങിയെത്തിയ വിനേഷ് ഫോഗട്ടിന് വികാര നിർഭര സ്വീകരണമൊരുക്കി ആരാധകരും സുഹൃത്തുക്കളും. मैं शुक्रगुजार हूँ अपने पूरे देशवासियों की इतना प्यार और सम्मान।
ആരാധകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ വിനേഷ്. പിന്തുണർച്ചവർക്ക് നന്ദിയെന്ന് താരം. ജനങ്ങളുടെ സ്നേഹം സ്വർണ്ണ മെഡലിന് സമാനമെന്ന് വിനേഷ് ഫോഗട്ട്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ. ഇനി വിശദമായ റിപ്പോർട്ടുകളുണ്ട്. അത് കഴിഞ്ഞാണ് മറ്റ് വിശേഷങ്ങളും സെഗ്മെന്റുകളും. ആദ്യ റിപ്പോർട്ടിലേക്ക്. ആദ്യ റിപ്പോർട്ട് നമ്മുടെ കൊൽക്കത്തയിൽ നിന്നുള്ളതാണ്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ CBI കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. RG-കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സന്ദീപ് ഘോഷ് പ്രതികരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് രാത്രി സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. പ്രതിഷേധിച്ച ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ ബംഗാൾ സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 13 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇന്ന് രാവിലെ 10 മണിയോടെ CBI ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരായി. അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ സന്ദീപ് ഘോഷ് തള്ളി. അന്വേഷണവുമായി সহകരിക്കുന്നുണ്ടെന്നും പ്രതികരണം. আমাকে সিবিআই অ্যারেস্ট করেনি, প্রথম কথা। আমাকে জিজ্ঞাসাবাদ করেছে, দ্বিতীয় কথা। আর এটা পুরো আন্ডার ইনভেস্টিগেশন আছে, সেজন্য আমি কিছু বলতে পারবো না। বাট আপনাদের কাছে একটা সবিনয় অনুরোধ, প্লিজ রিউমার স্প্রেড করবেন না. വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് CBI വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന ഗുരുതര പരാമർശവും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. കുറ്റകൃത്യം നടന്ന മുറി പോലീസ് സീൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും കമ്മീഷൻ പറയുന്നു. പ്രതിഷേധം ഇനിയും കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ആശയക്കുഴപ്പമുണ്ടാക്കാനും തകർക്കാനും ശ്രമിക്കുന്തോറും അനുദിനം ശക്തമാകുകയാണ് പ്രതിഷേധം. ആയിരങ്ങളാണ് കൊൽക്കത്തയുടെ തെരുവുകളിൽ നിറയുന്നത്. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പ്രജിൻ, കൊൽക്കത്തയിലെ നിർഭയ കേസിന് ശേഷം ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ട ദേശീയ ശ്രദ്ധ നേടിയ മറ്റൊരു കേസ് കൂടിയാണിത്. അത് നിർഭയ ഒരു ഫിസിയോതെറാപ്പി സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ഇതൊരു ഡോക്ടറാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ, അതിന് പിന്നാലെ തന്നെ മറ്റൊരു നഴ്സിനെ ഇതേ രീതിയിൽ സമാനമായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുന്ന ഒരു വാർത്ത കൂടി വന്നിരുന്നു. അങ്ങനെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സുരക്ഷ ഉറപ്പാക്കുമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിൽ ഇപ്പോഴും ഡോക്ടേഴ്സിന് അത്ര വിശ്വാസം പോരാ. അവർ ആ പ്രതിഷേധം തുടരുന്നുമുണ്ട്. നിലവിൽ RG-കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവത്തിൽ അതിൽ നീതി തേടുകയാണ് അവിടുത്തെ സഹപാഠികളും ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ കുടുംബവും. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ രാജ്യവ്യാപകമായി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിന് മുൻപിലും ഡൽഹി ജന്തർ മന്ദിറിലും 100 കണക്കിന് ആളുകളാണ് പ്രതിഷേധിച്ചത്. സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡോക്ടേഴ്സിന്റെ സംഘടനകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തെയും അടിയന്തര സേവനങ്ങളെയും ഒഴിവാക്കിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. OP വാർഡ് പ്രവർത്തനങ്ങളെ സമരം കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്ത് PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമായി. 5 ദിവസമായി സമരം തുടരുന്ന ഡൽഹി എയിംസ്, സഫ്ദർജംഗ്, RML തുടങ്ങിയ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ളവ പ്രവർത്തിക്കുന്നില്ല. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും സംയുക്തമായി പ്രതിഷേധിച്ചു. ഡൽഹി ജന്തർ മന്ദിറിൽ 100 കണക്കിന് ആരോഗ്യ പ്രവർത്തകർ സംഘടിച്ച് മെഴുകുതിരികൾ തെളിയിച്ചു. കൊച്ചിയിൽ IMA, KGMOA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. People who matters in the legislations to make us protect us as a society, as an individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. വിമാനത്താവളങ്ങൾക്ക് സമാനമായ സുരക്ഷ ആശുപത്രികൾക്കും വേണമെന്നാവശ്യപ്പെട്ട് IMA പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്നും കേന്ദ്രം അഭ്യർത്ഥിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് IMAയുടെ നിലപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു കാര്യം കൂടിയാണിത്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പണിമുടക്കുമ്പോൾ രോഗികളെ അത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, സർക്കാർ ഒരുപാട് സമ്മർദ്ദത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക്, അതായത് ആശുപത്രികളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ നടപടി സ്വീകരിക്കുന്നു. വനിതാ ഡോക്ടറുടെ ജോലി സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തിയിരിക്കുന്നു ബംഗാൾ സർക്കാർ. രാത്രി ഡ്യൂട്ടി പരമാവധി ഒഴിവാക്കും. സ്ത്രീകൾക്ക് ശുചിമുറിയുള്ള പ്രത്യേക വിശ്രമ മുറിയും സജ്ജമാക്കും. രാത്രിയിൽ വനിതാ വോളണ്ടിയേഴ്സിനെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച 43 അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, അപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ ആ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. രാത്രി സുരക്ഷ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ചും വനിതാ ആരോഗ്യ പ്രവർത്തകർക്ക് ആശുപത്രികളിൽ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടപടി. എന്തൊക്കെയാണ് പുതിയ സർക്കാർ തീരുമാനങ്ങൾ? പ്രജിൻ പ്രവിത, കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഈ ഡോക്ടർമാർക്ക് ഉള്ള ജോലി സമയം അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കുകയും പ്രതിഷേധക്കാർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്കുള്ള, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർക്ക് ജോലി സമയം പരമാവധി 2 മണിക്കൂറായി 12 മണിക്കൂറായി നിജപ്പെടുത്തും. ഒപ്പം തന്നെ വനിതാ ഡോക്ടർമാർക്ക് രാത്രി ഡ്യൂട്ടി ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. കൂടാതെ ആശുപത്രികളിൽ വരുന്ന സംശയം തോന്നുന്ന ആളുകളെ മുഴുവനായും ബ്രത്ത് അനലൈസർ പരിശോധന നടത്തും. വനിതാ ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ ശുചിമുറി അടക്കമുള്ള പ്രത്യേക വിശ്രമ മുറികൾ സജ്ജീകരിക്കും. കൂടാതെ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന മൊബൈൽ ആപ്പ് പ്രാബല്യത്തിൽ വരുത്തും. വനിതാ ഈ വിശ്രമ മുറികളിൽ പ്രത്യേക വനിതാ ഗാർഡുകളെ നിയമിക്കും എന്നതടക്കമുള്ള തീരുമാനങ്ങളാണ് ബംഗാൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഉറപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് ജോലി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ഇതിനൊരു രാഷ്ട്രീയ നിറം കൂടി കൈവന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമൊക്കെ വളരെ പെട്ടെന്നുണ്ടായതെന്ന് കരുതാതെ വയ്യവർജൻ. തീർച്ചയായിട്ടും. എന്നാലും സർക്കാർ ഇപ്പോൾ ഈ പ്രതിഷേധം കൂടി അത് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം പിൻവലിക്കാനുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ അധ്യാപകരുടെ കൂട്ടസ്ഥലമായിട്ട് ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും വലിയ വിവാദം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സർക്കാർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്താണ് ഇതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുക്കുന്ന നിലപാട്? ഈ സമരം മുന്നോട്ട് പോവുകയാണോ അല്ല പിൻവലിക്കുകയാണോ എന്ന കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിനോട് എങ്ങനെയാണ് ഈ ഡോക്ടേഴ്സിന്റെ സംഘടനകൾ പ്രതികരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നത്. നേരെ കേരളത്തിലേക്ക് നമുക്ക് വരാം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പ്രത്യേക യോഗം ചേരും. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ജനകീയ തെരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ എത്തി വൃത്തിയാക്കി തുടങ്ങിയിട്ടുമുണ്ട്. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത്. ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേക അജണ്ട. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിൽ വേഗത്തിലാണ് നടപടികൾ നടക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച ദുരന്ത മേഖല സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉടൻ നൽകും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ഉരുൾപൊട്ടിയ മേഖലകളിലെ സംയുക്ത തിരച്ചിൽ അവസാനിപ്പിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ ശുചിയാക്കി തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കൺമുന്നിൽ. 35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രം ഇന്ന് ഉച്ചവരെ വെള്ളാർമല സ്കൂൾ ഭാഗത്ത് തിരച്ചിൽ നടത്തി. ഓരോ കടകളും തുറന്ന് എന്തെങ്കിലുമൊക്കെ വീണ്ടെടുക്കാനുണ്ടോ എന്ന് പരതുകയാണ് ചൂരൽമലക്കാർ.
പതിയെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങണം. ടീം 24 വയനാട്. ആ കടകളുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ പ്രവീത? അതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു മുട്ടോളം ചെളിയാണ് ഇപ്പോഴും നിറഞ്ഞിരിക്കുന്നത്. അതൊക്കെ മാറ്റി ആ പഴയ ജീവിതം അതുപോലെ എന്തായാലും തുടരാൻ അവർക്ക് കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ ആഘാതവും വലിയ വിഷമമൊക്കെയാണ്. ഞാൻ ആലോചിക്കുന്നത് ആ കട അടച്ചപ്പോൾ അവരെന്തുമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കും അടുത്തൊരു ദിവസത്തേക്ക് കാത്തിരുന്നിട്ടുണ്ടാവുക. അതെ. എന്നാൽ ഈ ബാങ്കേഴ്സ് സമിതിയുടെ യോഗം അത് നിർണായകമാണ്. ഈ പറയുന്ന പോലെ വായ്പകളൊക്കെ എടുത്ത ഒരുപാട് പേര് ആ മേഖലയിലുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വലിയ സഹായമാവും ആ നാട്ടുകാർക്ക്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ടിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും. പമ്പാ നദിയിലും മണിമലയാറിലും ജലനിരപ്പ് ഉയർന്നു. മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് 5 ദിവസം മഴ തുടരാനാണ് സാധ്യത. ജലനിരപ്പ് അപകടകരമായി ഉയർന്നതോടെ പമ്പയാറിലും മണിമലയാറിലും കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജല കമ്മീഷൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അട്ടപ്പാടി വട്ടലക്കിയിൽ, പാലക്കാടാണ് അല്ലേ? വട്ടലക്കിയിൽ കാട്ടാൻ ഇറങ്ങിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. രാത്രി 9:30 കാടിറങ്ങിയ ഒറ്റയാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുണ്ട് എന്നാണ് നിഖിൽ പരമേശ്വർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, സ്ഥിരമായി ഇവിടെ ഈ കാട്ടാന ശല്യം ഉള്ള പ്രദേശമാണോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒറ്റയാൻ സ്ഥിരമായി ഇവിടെ എത്താറുള്ളതാണോ? ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി എത്താറുള്ള ഒറ്റയാൻ തന്നെയാണിത്. ഇന്നിപ്പോൾ ഏതാണ്ട് 9:30 കൂടിയാണ് ജനവാസ മേഖലയിലേക്ക് ഇതെത്തിയത്. ഈ നാട്ടുകാരും RRT സംഘവും ചേർന്ന് ഈ ആനയെ വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഇപ്പോൾ അത് ഫലവത്തായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വട്ടലക്കി, മട്ടത്തൂക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥിരമായി വലിയ നാശനഷ്ടം വിതച്ചു പോരുന്ന ഒരു ഒറ്റയാനാണിത്. ഇതിനിപ്പോൾ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ബാളം വച്ചും ലൈറ്റുകൾ തെളിയിച്ചുമൊക്കെ ഇതിനെ കാട് കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയും തുടർന്ന് RRT സംഘത്തെ വിവരം അറിയിക്കുകയും അവരിപ്പോൾ സംഭവ സ്ഥലത്തെത്തി ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിപ്പോരുകയുമാണ്. ശരി, നിഖിൽ പ്രമേഷാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. അവിടെ നാട്ടുകാരൊക്കെ ടോർച്ച് ലൈറ്റൊക്കെ അടിച്ച് അതിനെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് നാട്ടുകാർക്ക് നേരെ അത് നടന്നെടുക്കുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ സ്ഥിരമായി ആ മേഖലയിലെത്തുന്ന ആനയാണ്, ഒറ്റയാനാണ്. എന്തായാലും വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി അതിനെ കാട്ടിലേക്ക് തുരത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, അത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടില്ല. നടി രഞ്ജനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത്. സംസ്ഥാന സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ ഇതിൽ പങ്കില്ല എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മൊഴി നൽകിയ ആൾ എന്ന നിലയ്ക്ക് ഉള്ളടക്കം പരിശോധിക്കാൻ അവകാശമുണ്ടെന്നും നടി രഞ്ജിനി വ്യക്തമാക്കി. റിപ്പോർട്ടിലെ ശുപാർശകൾ സിനിമാ മേഖലയുടെ നവീകരണത്തിന് ഉതകുന്നതാകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു. അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെ കേൾക്കാതെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ച കാര്യം നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചു. ഇതോടെയാണ് സാംസ്കാരിക വകുപ്പ് ആശയക്കുഴപ്പത്തിലായത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല.
വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു, നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം. റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് ഉള്ളടക്കമറിയാൻ മൊഴി നൽകിയവർക്ക് അവകാശമുണ്ടെന്ന് നടി രഞ്ജിനി 24നോട്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് കോൺസെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണണം. ഞാൻ അവിടെ പറഞ്ഞത് ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അത് എനിക്ക് കാണണം. രഞ്ജിനിയുടെ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയത്തിലാണെന്നും റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ആ ഹർജി തന്നെ നിലനിൽക്കുമോ എന്നുള്ള സംശയം കോടതി തന്നെ പ്രകടിപ്പിച്ചതുകൊണ്ടും സ്വാഭാവികമായും ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പീരിയോഡിക്കൽ സർവേ നടന്നിരിക്കുന്നു, ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ചില ന്യൂനതകളെയൊക്കെ നമുക്ക് മീറുന്നതിന്, അല്ലെങ്കിൽ ഇനിയും മക്കൾ ഒരുപാട് പേര് വരണ്ടേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനും MLAയുമായ മുകേഷ്. ഈ മാസം 19-നുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സമില്ലെന്ന നിയമോപദേശവും സർക്കാരിന് ലഭിച്ചിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. രഞ്ജിനിയുടെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷമാകും അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. സർക്കാരിന്റെ ഈ നിലപാട് ഇതിങ്ങനെ മാറി മാറി അഭിപ്രായങ്ങൾ പറയുന്നതിലാണ് ഇപ്പോൾ ഒരു സംശയവും ഒരു അനിശ്ചിതത്വമൊക്കെ ഉള്ളത്. അത് പുറത്തുവിടാത്തത് എന്താണ് എന്ന ചോദ്യം വലിയ രീതിയിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ട് സമൂഹത്തിൽ നിന്ന്, പല കോണുകളിൽ നിന്നും. ഇനി നമുക്ക് വളരെ വേഗം നമ്മുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട്. പ്രിയ ആൽഫ്രഡോ, എനിക്കൊന്ന് പുതിയ പ്രേക്ഷക ആയിരിക്കണം, എന്താണ് ന്യൂസ് ചാനൽ മാറിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. മാറിപ്പോയിട്ടൊന്നുമില്ല. നമ്മുടെ ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിത എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളിലും, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലായ ഇൻസ്റ്റഗ്രാമിലും ഒപ്പം ഫേസ്ബുക്കിലും നമ്മൾ 24ന്റെ പേജ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ 24ന്റെ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് ഷോയുടെ ഒരു കാർഡിന് താഴെ നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താം. അവിടെ ഈ നമ്മുടെ QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം. നിത്യ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകയാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ബട്ട് ആരും ഇതേവരെ വിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ നിത്യ സുനിൽകുമാർ. ഹാപ്പി ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ വിഷ് ചെയ്തു കേട്ടോ. അതോടൊപ്പം നമ്മുടെ ഈ സ്ഥിരം പ്രേക്ഷകരുടെ കമന്റ്സ് ആണ് ഒരുപാട് വരുന്നത്. അപ്പം ഞാൻ എല്ലാ പ്രേക്ഷകരുടെയും കമന്റ്സ് പെട്ടെന്ന് വായിക്കുകയാണ്. സാബു വിജയൻ, അജിത് തോമസ്, ഹിബ, KJ തോമസ്, ഷെർലക് ഹോംസ്, ലക്ഷ്മി, അങ്ങനെ ഒരുപാട് പേര്, ഷഫീർ, ഷാജി, TV പ്ലേലിസ്റ്റ്, ശ്രീരാജ്, ആമിന, സാബു, റീന. അതിൽ റീന ഇപ്പം പറയുന്നുണ്ട്, റീനയുടെ ഒപ്പം ഭർത്താവ് സതീഷിൻ്റെയും അമ്മമാരിപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാൻ തുടങ്ങി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമന്റിൽ തുടരുക. ഇപ്പോൾ വരുന്നൊരു വാർത്ത അപ്ഡേറ്റ് ഉണ്ട്. അത് കൊൽക്കത്തയിൽ നിന്നാണ്. ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സൈക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താൻ CBI ഒരുങ്ങുന്നു എന്നാണ് ആ വാർത്ത. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കും. ആ തീരുമാനം CBI എടുത്തിരിക്കുകയാണ്. ഇതിനായി ഡൽഹിയിൽ നിന്നുള്ള CFSL സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നും ബൽറാം നെടുങ്ങാടി നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും ഒപ്പം മറ്റ് വിശേഷങ്ങളിലേക്കും ഒക്കെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ വിളിക്കേണ്ട QR കോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സ്ക്രീനിലേക്ക് വരാൻ പോവാണ് ആ QR കോഡ്. അത് സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ നേരിൽ കണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. ഈ കോഡാണ് നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ തെളിയും. ആ കോൾ ബട്ടൺ ഞെക്കി നിങ്ങൾ കോൾ ചെയ്ത് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് നേരിൽ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ കാത്തിരിക്കുന്നു, പെട്ടെന്ന് വിളിച്ചു തുടങ്ങുക. യെസ്, വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ പ്രീത തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ സൈക്കോ അനാലിസിസിന് വിധേയനാക്കാൻ CBI നീക്കം. ഇതിനായി ഡൽഹിയിൽ നിന്ന് CFSL സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഇവർ എപ്പോൾ ആണ് ഈ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? പ്രജിൻ പ്രവിത, നാളെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇതിനായുള്ള ഒരുക്കങ്ങൾ CBI സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം, സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇന്ന് കൊൽക്കത്തയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ നാളെ ഈ നടപടികൾ ആരംഭിക്കും. പ്രധാനമായും ഈ പ്രതി സഞ്ജയ് റോയ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ CBIയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ CBI ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ മറ്റ് പ്രേരണകളോ മറ്റാരുടെയെങ്കിലും ഇടപെടലോ ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് CBIക്ക് അറിയേണ്ടത്.
ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് പ്രതി സഞ്ജയ് റോയിയെ ഈ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന തീരുമാനത്തിലാണ് CBI സൈക്കോ അനാലിസിസ് പരിശോധന നടത്താനുള്ള തീരുമാനം CBI എത്തിയിരിക്കുന്നത്. ബൽറാം, സാധാരണഗതിയിൽ ആരംഭിക്കും. ബൽറാം, കേൾക്കാമെങ്കിൽ CBIയിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം അത്തരത്തിലേക്കും കടക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ സൈക്കോ അനാലിസിസ് തന്നെ നടത്താൻ തീരുമാനിക്കുന്ന പശ്ചാത്തലം എന്താണ് ബൽറാം? പ്രജിൻ, ഇതിൽ പ്രധാനമായും ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ കുടുംബം, ഒപ്പം തന്നെ സഹപ്രവർത്തകർ എന്നിവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെയാണ് CBI കാണുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും ക്യാമ്പസിലും പരിസരത്തും ഉള്ള ഈ ചില മാഫിയകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഈ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതി, കൊൽക്കത്ത പോലീസാണ് സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്തത്. ഈ പ്രതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ആരുടെയെങ്കിലും പ്രേരണയനുസരിച്ചാണോ ഇത് പ്രവർത്തിച്ചത്, ആസൂത്രിതമായാണോ ഈ കുറ്റകൃത്യം നടപ്പാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ പ്രതിയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് CBI എത്തുകയായിരുന്നു. ശാസ്ത്രീയമായി തന്നെ ഇത് ഉറപ്പുവരുത്താൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് CBI എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായി ആശുപത്രിയിൽ, ഈ കുറ്റകൃത്യം നടന്ന മുറിയിൽ എന്ന് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളവർ മൊഴി നൽകിയിരുന്നു. കാരണം ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മുറിയിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പരിഹരിക്കുന്നതിന്റെ ബൽറാം, ഇപ്പോൾ ഈ സഞ്ജയ് റോയിയെ മാത്രം കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നടക്കുന്നത്? ഒന്നിലധികം പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളുന്നുണ്ടോ CBI? പ്രവിത, നിലവിൽ ഇപ്പോൾ ഈ സൈക്കോ അനാലിറ്റിക്കൽ ടെസ്റ്റിന് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സഞ്ജയ് റോയിയെയാണ്. മറ്റ് ഇയാൾ മാത്രമാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് CBIയുടെ കസ്റ്റഡിയിലുള്ളത്. മറ്റ് ആളുകൾ, ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ് CBI നിലവിൽ ചെയ്തു വരുന്നത്. അവർക്ക് ആർക്കെങ്കിലും തന്നെ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുമാണ് CBI വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്നുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് തന്നെ പങ്കുണ്ട് എന്ന് വ്യക്തമായ സഞ്ജയ് റോയിയെ ടെസ്റ്റിന് വിധേയനാകുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ അത് ശാസ്ത്രീയമായി തന്നെ ലഭ്യമാകും എന്ന ഒരു ബൽറാം, ഇതിൽ ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ കുടുംബവും ഒപ്പം തന്നെ സഹപാഠികളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഗ്യാങ് റേപ്പാണ്, കൂട്ടബലാത്സംഗം നടന്നു എന്നാണ് അവർ പറയുന്നത്. അതിനുള്ള പ്രാഥമികമായ എല്ലാ തെളിവുകളും അവിടെ ഉണ്ട്, അതുണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സഞ്ജയ് റോയിയെ മാത്രം ഈ രീതിയിൽ ഒരു ടെസ്റ്റിന് വിധേയനാക്കാൻ പോകുമ്പോൾ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് CBI എത്തുന്നുണ്ടെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അതായത് ഇതിന് പിന്നിൽ ഒരു ആസൂത്രണമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന രീതിയിലൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ ഗ്യാങ് റേപ്പ് എന്ന ആരോപണം ആ രീതിയിലേക്ക് കൂടി CBIയുടെ അന്വേഷണം പോകുന്നുണ്ടോ? പ്രവിത, ഈ കാര്യത്തിൽ ഈ കൂട്ടബലാത്സംഗം അല്ലെങ്കിൽ ഒന്നിലധികം പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും, ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപാഠികൾ, സഹപ്രവർത്തകർ അടക്കമുള്ളവരും എല്ലാവരും തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ നിലവിൽ നടത്തിയ മറ്റ് പരിശോധനകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവരമാണ് ഉള്ളത് എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ കൊൽക്കത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സഞ്ജയ് റോയിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രതികളിലേക്ക് എത്താൻ, അങ്ങനെ അത്തരത്തിൽ പ്രതികൾ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വിവരം ഇയാൾക്ക് മാത്രമായിരിക്കും നൽകാൻ കഴിയുക, നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതി എന്ന നിലയിൽ. എന്നാൽ അത്തരത്തിൽ കൊൽക്കത്ത പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അത് അയാൾ തുറന്നു പറയാത്തതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോലീസിന് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത, കോടതി കസ്റ്റഡിയിൽ വിട്ട പ്രതിയാണ് സഞ്ജയ് റോയ്. ഇയാളിൽ നിന്നും ഈ സഹപ്രതികൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ബൽറാം, ഈ സംഭവത്തിന് ശേഷം അവിടെ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് അവിടെ
അവിടെ ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നടന്ന ആശുപത്രി ആക്രമണം എന്ന് പോലും ആരോപണങ്ങളുണ്ട്. അല്ലാതെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല, ഈ തെളിവ് നശിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്ന് കൃത്യമായി ഇവിടുത്തെ ഡോക്ടേഴ്സും ഒപ്പം തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ സഹപാഠികളും പറയുന്നുണ്ട്. കുടുംബവും അതേ ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട്. അതോടുകൂടി അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന BJPയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ടെസ്റ്റ് നടത്താൻ പോകുന്ന സഞ്ജയ് റോയിയുടെ, ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ രീതിയിൽ ഒക്കെ സ്വാധീനമുള്ള ഒരാളാണോ? പ്രജിൻ, ഈ സഞ്ജയ് റോയിയുടെ പശ്ചാത്തലം സംബന്ധിച്ച് നേരത്തെ ഈ കോളേജുമായി ബന്ധപ്പെട്ട ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകർ, നാട്ടുകാർ അടക്കമുള്ളവർ അറിയിക്കുന്നത് ഇയാൾ സിവിക് പോലീസ് വളണ്ടിയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ പോലീസുകാരനെ പോലെയായിരുന്നു ഇയാൾ പെരുമാറിയിരുന്നത്. ആശുപത്രിയിൽ പൂർണ്ണ അധികാരം, ഏത് ഡിപ്പാർട്ട്മെന്റിലും ഏത് സമയവും കയറി ചെല്ലാനുള്ള അധികാരം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾക്ക് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായി തന്നെ ഈ ആശുപത്രിക്ക് സമീപമുള്ള പോസ്റ്റിൽ ഇയാൾ ഡ്യൂട്ടി വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇയാൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നും തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ പോലീസ് ഇക്കാര്യം ഒരു ഘട്ടത്തിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ പോലീസ് വരുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം എന്നുള്ളത്. എന്നാൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പല ഘട്ടങ്ങളിലായി അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ സൂചനകൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്ന് ഒന്നിലേറെ പ്രതികൾക്ക് പങ്കുള്ള ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും തന്നെ പറയുന്നത്. വിദഗ്ധരായ ഡോക്ടർമാർ അടക്കമുള്ള ഏറെ നാളത്തെ അനുഭവപരിചയമുള്ളവരാണ് ആശുപത്രിയിലെ പ്രൊഫസർമാർ അടക്കമുള്ളവർ. എന്നിട്ട് പോലും ഈ സംഭവം നടന്ന ഘട്ടത്തിൽ അതൊരു അസ്വാഭാവിക മരണത്തിൽ കവിഞ്ഞ് ഒരു കാര്യം കൂടി, കോളേജ് പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ CBI സംഘത്തിന്? അതെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ കേസിൽ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താൻ ഇപ്പോൾ CBI തീരുമാനിച്ചിരിക്കുകയാണ്. സഞ്ജയ് റോയ് എന്ന അറസ്റ്റിലായിരിക്കുന്ന ഒരാൾ, അയാളിലേക്കാണ് ഇപ്പോൾ CBI സംഘം കൂടുതൽ വിശദാംശങ്ങൾക്കായി ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം ഈ ടെസ്റ്റ് കൊണ്ട് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. കോളേജ് പ്രിൻസിപ്പലിനെ ഏറെ നേരം ചോദ്യം ചെയ്തിരുന്നു. ഇതുൾപ്പെടെയുള്ള മറ്റാളുകളിലേക്ക് CBI സംഘം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത്. സൈക്കോ അനാലിസിസ് ടെസ്റ്റാണ് CBI സംഘം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ടെസ്റ്റ് നടത്താനുള്ള സംഘം എത്തിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ ഇനി പോവാം. കോതമംഗലം കുട്ടമ്പുഴയിൽ റോഡ് മഴയിൽ തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ. രോഗിയായ യുവതിയെ കിലോമീറ്ററുകൾ ചുമന്നാണ് നാട്ടുകാർ വീട്ടിലെത്തിച്ചത്. റോഡ് നന്നാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ തേരയിൽ നിന്നുള്ള ദുരിതക്കാഴ്ചയാണിത്. ശ്വാസതടസ്സ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന യുവതിയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ മരക്കമ്പ് കൊണ്ട് സ്ട്രെച്ചർ ഉണ്ടാക്കി കിലോമീറ്ററുകൾ ചുമക്കേണ്ടി വന്നു നാട്ടുകാർക്ക്. കനത്ത മഴയെ തുടർന്ന് തേരയിലേക്കുള്ള റോഡ് തകർന്നതാണ് ദുരിതത്തിന് കാരണം. ഒരു മെഡിക്കൽ കേസ് വരുമ്പോൾ ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ് ഇവിടുത്തെ ആളുകൾ കഴിയുന്നത്. രോഗി കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ജനങ്ങൾ ചുമന്നാണ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. തേരയിൽ നിന്ന് 14 കിലോമീറ്റർ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് പൂയംകുട്ടി ബ്ലാവനക്കടവിലെ ജങ്കാറിൽ കയറി വേണം പുറം ലോകത്തെത്താൻ. റോഡ് തകർന്നതോടെ കാൽനട മാത്രമേ സാധ്യമാകൂ. റോഡ് നിർമ്മിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തൊടുപുഴ. വീണ്ടും കൊൽക്കത്തയിലെ ആ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. കാരണം അവിടെ ഇപ്പോൾ CBIയുടെ പുതിയ നീക്കം ഉണ്ടാവുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയെ സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാക്കാൻ പോവുകയാണ്. CBI സംഘത്തിനായുള്ള വിദഗ്ധ സംഘം കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, മുൻപ് ഞാൻ ചോദിച്ചത് ഈ മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ടോ? നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
പ്രവിധ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യൽ, അതായത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 3 മണിക്കാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്ത് CBI ആസ്ഥാനത്ത് CBI ഈ സന്ദീപ് ഘോഷിനെ എത്തിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിവരെ ചോദ്യം ചെയ്യൽ നടന്നു. ശേഷം പിന്നീട് വീട്ടിലേക്ക് അയച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിനായി അദ്ദേഹം വീണ്ടും CBI ആസ്ഥാനത്തെത്തി. ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി വിവരം CBI പങ്കുവയ്ക്കുന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള നീക്കം ഉടൻ ഉണ്ടാകുകയും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും ഈ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല എന്നും CBI നൽകിയ ചോദ്യാവലി പൂരിപ്പിച്ച് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ്. ഇന്ന് രാവിലെ മുതലാണ് നേരിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള CBIയിലെ പ്രത്യേക സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിൽ നിന്നും മൊഴിയെടുക്കുന്നത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടും ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടും ഉയർന്ന അഭ്യൂഹങ്ങളിൽ ഏറ്റവും ശക്തമായി ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്. അദ്ദേഹം ഈ കേസിൽ പല ഘട്ടങ്ങളിലും അട്ടിമറി നടത്താൻ ശ്രമിച്ചു എന്നും കേസ് ഒരു അസ്വാഭാവിക മരണം മാത്രമായോ ആത്മഹത്യയായോ വരുത്തി തീർക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വം ഉണ്ടായി എന്നും ഈ ഇരയുടെ മാതാപിതാക്കൾ, സഹപ്രവർത്തകർ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ആരോപണമായല്ല സഹപ്രവർത്തകർ പറയുന്നത്. ഈ മൃതദേഹം കണ്ടെത്തിയ സമയം മുതൽ തന്നെ സഹപ്രവർത്തകർ ആ മുറിയിൽ തന്നെ മാറി മാറി നിലയുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മറ്റ് നടപടികളിലേക്ക്, ഔപചാരിക നടപടികളിലേക്ക് പോലീസ് ഉൾപ്പെടെ പോകാൻ നിർബന്ധിതരായത്. അല്ലായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയായി ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു പ്രിൻസിപ്പൽ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന മൊഴികൾ. CBIക്കും അത്തരത്തിലുള്ള മൊഴികൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിൻസിപ്പലിനെ വിശദമായി തന്നെ മണിക്കൂറുകൾ, ഏതാണ്ട് 24 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു ചോദ്യം ചെയ്യൽ. 2 ഘട്ടമായി ഉണ്ട്. ബൽറാം ഇപ്പോൾ ഉള്ളത് RG കർ മെഡിക്കൽ കോളേജിന് വെളിയിലാണ്. അവിടെ ഇപ്പോഴും ഈ രാത്രിയിലും ശക്തമായ പ്രതിഷേധം ഉയർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് ഇപ്പോഴും ഇവരുടെ ആവശ്യപ്പെടുന്നത്? ഒരുപാട് മിസ്സിംഗ് ലിങ്കുകൾ, അത് തുടക്കത്തൊട്ട് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കാണാതായി അല്ലെങ്കിൽ കാണുന്നില്ല എന്ന പരാതി ഉയർന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കാൻ അധികൃതർ തയ്യാറായില്ല. അങ്ങനെ തുടങ്ങി തുടക്കം തൊട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ കോളേജ് അധികൃതർക്ക് നേരെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ്? സ്വന്തം ഫ്രറ്റേണിറ്റിയിലുള്ള ഒരാളാണ് ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ, മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ശ്രമിച്ചത് എന്നതൊരു വലിയ ചോദ്യമാണ് ബൽറാം. തീർച്ചയായും പ്രജിൻ, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം തന്നെയാണ് ഈ കേസിനെ സങ്കീർണമാക്കുന്നതും പോലീസ് അന്വേഷണം ഒരു പ്രതിയിൽ മാത്രം ഒതുങ്ങി നിന്നതും ഇത്തരത്തിൽ ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്നാണ് ആരോപണം. എന്നാൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 3 അഴിമതി കേസുകൾ ആശുപത്രിയുമായി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നാണ് നിലവിലെ വിദ്യാർത്ഥികളും ഈ ആശുപത്രിയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന പ്രൊഫസർമാർ അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്നെന്നും അതിൽ പ്രിൻസിപ്പലിന് കൃത്യമായ പങ്കുണ്ട്, രാഷ്ട്രീയമായ പിന്തുണ അതിനുണ്ടായിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന ആരോപണം. ഇക്കാര്യം അന്വേഷിക്കുന്നതിനാണ്, നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള CBI സംഘത്തെ ഈ കേസിന്റെ അന്വേഷണത്തിനായി അയച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലുള്ള CBI ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ചില ഘട്ടങ്ങളിൽ ഒത്തു പ്രവർത്തിച്ചു എന്ന ആരോപണങ്ങൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെ തൃണമൂൽ നേതാക്കൾക്കെതിരായ കേസുകൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ CBI ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അവർക്കെതിരെ വിട്ടുവീഴ്ച ചെയ്തു എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തത്, അല്ലെങ്കിൽ അവരെ അന്വേഷണം ഏൽപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ, വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണമാണ് CBI നടത്തുന്നത്. അത് ആ വഴിക്ക് പുരോഗമിക്കുന്നതിനിടെയാണ് കൊൽക്കത്തയിലെ തെരുവുകൾ വീണ്ടും സമര സജീവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ അർദ്ധരാത്രിയിലും
കൊൽക്കത്തയിലെ തെരുവുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിന് പ്രധാന ഗേറ്റ്. ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് മാത്രമാണോ പങ്കെടുക്കുന്നത്, അതോ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്നുണ്ടോ? പ്രവിധ, ഇത് തീർച്ചയായും പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ. നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ പ്രധാന ഗേറ്റിന് മുൻവശത്തുള്ള ദൃശ്യങ്ങളാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാ റോഡുകളിലും പ്രതിഷേധക്കാർ ഇങ്ങോട്ട് ഇരച്ചെത്തുകയാണ്. ഇന്ന് വൈകിട്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, സമൂഹത്തിന്റെ പല തുറകളിൽ നിന്നുള്ള ആളുകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു. പലയിടങ്ങളിലായി നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലായി നടത്തിയ പ്രതിഷേധങ്ങൾ അത് ഇവിടേക്ക് എത്തുകയാണ്. പല വഴികളിലൂടെ എല്ലാ വഴികളും ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് തുറന്നിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള നിബന്ധനകളോ പോലീസിന്റെ മറ്റ് നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ പ്രതിഷേധക്കാർ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അർദ്ധരാത്രിയിലും. ഇത് വൈകാരികമായ ഒരു പ്രതിഷേധമാണ് കൊൽക്കത്തയുടേത്. കൊൽക്കത്തയുടേത് മാത്രമല്ല, രാജ്യത്തിന്റെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ പിന്തുണ ലഭിച്ച ഒരു സംഭവമാണ് ഉണ്ടായത്. അതിക്രൂരമായി ഒരു പെൺകുട്ടി, ഒരു ഡോക്ടർ ഡ്യൂട്ടി സമയത്ത് തീർച്ചയായും ബൽറാം, വലിയ പ്രതിഷേധം മാത്രമല്ല, തീർച്ചയായും ഈ കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം. അതോടൊപ്പം തന്നെ ബൽറാം, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് ഈ പ്രതിക്ക് നടത്തുന്നുണ്ടല്ലോ, എന്തൊക്കെ കണ്ടെത്താനാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്തുന്നത് CBI? പ്രവിധ, പ്രധാനമായും ഈ കൊൽക്കത്ത പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഒരേ ഒരാളെയാണ് സഞ്ജയ് റോയ്. ഇയാൾ സിവിക് പോലീസ് വോളണ്ടിയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ ക്രൈം സീൻ കണ്ട എല്ലാവരും ഒന്നിലേറെ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആ ഘട്ടത്തിലും പോലീസ് അന്വേഷണത്തിൽ മറ്റ് പ്രതികളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. ഒരു പ്രതി മാത്രമാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കാൻ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന, ഈ ക്രൈം സീൻ കണ്ട, ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട സഹപ്രവർത്തകരോ നാട്ടുകാരോ ആരും തന്നെ വിശ്വസിക്കാൻ തയ്യാറല്ല. അത്രത്തോളം ക്രൂരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഒന്നിലേറെ പേരുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പുറത്തുവന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികളിലേക്ക് എത്തണമെങ്കിൽ അത് സഞ്ജയ് റോയ് എന്ന നിലവിൽ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത CBIയുടെ കസ്റ്റഡിയിൽ നിലവിലുള്ള ആ പ്രതിയിൽ നിന്നാണ് കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ കേസിൽ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്ന ആരോപണങ്ങളാണെങ്കിൽ, അത്തരത്തിൽ വരുന്ന ആരോപണങ്ങളാണെങ്കിൽ അതിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു മാഫിയ പ്രവർത്തിച്ചിരുന്നു എന്നും ആ മാഫിയക്കെതിരെ നിലപാടെടുത്തിരുന്നു ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ യുവ ഡോക്ടർ എന്നും, അതാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിന് പ്രേരണയായത് എന്നും, രീതിയിൽ പ്രതികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ആരോപണവും അത് ബലപ്പെടുന്നുണ്ട്. ബൽറാം, യെസ്, വി വാണ്ട് ജസ്റ്റിസ് എന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുകയാണ് അവിടെ ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുൻവശത്ത്, പ്രധാന ഗേറ്റിന് മുൻവശത്ത് അവിടുത്തെ ഡോക്ടേഴ്സും ഒപ്പം തന്നെ മെഡിക്കൽ സ്റ്റുഡൻസും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം രംഗാടി വിടുന്നു. ബൽറാം, ഇപ്പോഴും വലിയ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ അവിടെ ഉയർത്തുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഡോക്ടേഴ്സ് സംഘടനകളും ഒപ്പം മറ്റ് സംഘടനാ പ്രവർത്തകരും എല്ലാം അവിടെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ കുടുംബം ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് തങ്ങളുടെ മകൾ കൊല ചെയ്യപ്പെട്ടത് മറ്റെവിടെയോ വെച്ചാണ്, മറ്റേതോ ഒരു മുറിയിൽ വെച്ചാണ്. പിന്നീട് ഡെഡ് ബോഡി അല്ലെങ്കിൽ മൃതദേഹമാണ് ഈ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടത് എന്നൊരു ആരോപണം പറയുന്നു. അതിന് കാരണമായി പറയുന്നത് ആ ഹാളിനടുത്ത്, അതായത് ക്രൈം സീനിനടുത്തായി നടത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനം, അത് എന്തിനാണ് തിടുക്കപ്പെട്ട് നടത്തിയത് എന്നൊരു ശക്തമായ ആരോപണം കൂടി അവിടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അത് കോടതിയും ചോദിച്ചിട്ടുമുണ്ടല്ലോ. പ്രജിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധം കടുക്കാൻ കാരണമായിരിക്കുന്നതും. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ചില ഗൂഢാലോചനകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്, ആസൂത്രിതമായി നടന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ള ആരോപണങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രതിഷേധങ്ങളെ കൂടുതൽ കടുപ്പിക്കുന്നതും. പോലീസ് അന്വേഷണം എന്നുള്ളത് ഇരയ്ക്ക് നീതി ലഭിക്കില്ല അല്ലെങ്കിൽ സ്ത്രീത്വത്തിന് നീതി ലഭിക്കില്ല എന്ന്
ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് സ്ത്രീകൾ ഒപ്പം തന്നെ മറ്റ് സമൂഹത്തിന്റെ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ കാഴ്ച ഒരു തെരുവിന്റെ മാത്രമല്ല, ഈ രാത്രി കൊൽക്കത്ത നഗരത്തിലെ മുഴുവൻ നഗരവീഥികളും ഇത്തരത്തിൽ ആളുകളെ കൊണ്ട്, പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ കൊൽക്കത്ത ഇത്രയും വലിയ ഒരു പ്രതിഷേധത്തിന്റെ അലയൊലികൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഇവിടെ സംസാരിച്ച പല ആളുകളും അവരെല്ലാം തന്നെ അവരുടെ ഓർമ്മയിൽ ഒരിക്കലും ഇത്രത്തോളം രോഷാകുലരായ ജനക്കൂട്ടത്തെ കൊൽക്കത്തയുടെ നഗരവീഥികളിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. ഇത് ഒരു പീഡനം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് കൊൽക്കത്ത എന്ന നഗരത്തിന്റെ, ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ തന്നെ ആത്മാഭിമാനത്തെ തന്നെ, അതിന്റെ പ്രതിച്ഛായയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് വൈകാരികമായി ബംഗാളികൾ കാണുന്നത്. എന്നാൽ ബംഗാൾ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും ഈ വാർത്ത കേട്ട, ഈ വിവരമറിഞ്ഞ മുഴുവൻ ആളുകളും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ. എന്നാൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശക്തിയുടെ പ്രതീകമായി ദുർഗയെയും ആരാധിക്കുന്ന, മാതൃസങ്കല്പത്തെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത്രത്തോളം സ്ത്രീകൾക്ക് സമൂഹത്തിൽ വലിയ പരിഗണന നൽകുന്ന ഒരു പാരമ്പര്യം കൊൽക്കത്തയ്ക്കുണ്ട്. അവിടെയാണ് ഡ്യൂട്ടിക്കിടെ ഒരു യുവതി, ഒരു ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. ഇരയ്ക്ക് നീതി ഇതുവരെയും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രോഷം തന്നെയാണ് ഈ അർദ്ധരാത്രി ഈ തെരുവുകളിൽ കാണുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ അടക്കമുള്ള പ്രതിഷേധക്കാർ ഇവിടെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധിക്കുകയാണ്. എന്നാൽ ആരോപണത്തിന്റെ മുഴുവൻ ആരോപണ ശരങ്ങളും വന്നു വീഴുന്ന പോലീസാകട്ടെ നിഷ്ക്രിയമായി തന്നെ ഈ റോഡുകൾ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തിയുള്ള പ്രതിഷേധങ്ങളിലും അനങ്ങാതെ നിൽക്കുകയാണ്. മറ്റൊരു തരത്തിൽ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ശ്രമങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. നഗരം മുഴുവനും വലിയ പ്രതിഷേധമാണ് കാണുന്നത്. ഈ ഡോക്ടേഴ്സ് മാത്രമല്ല, വിവിധ മേഖലകളിൽ നിന്നുള്ളവർ, സാധാരണ ആളുകൾ, ഒപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ബൽറാം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ദുർഗയെ ആരാധിക്കുന്ന അവരുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആരാധനയാണ്. അങ്ങനെ ഒരു ഇടത്താണ് ഇത്ര വലിയ ക്രൂര കൃത്യം നടന്നത് എന്നുള്ളതാണ് അതിൽ എടുത്ത് പറയുന്നത്. എന്തായാലും കൊൽക്കത്തയിൽ നടന്ന ഹീനകൃത്യം അതാര് നടത്തിയാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. തിരികെ വീണ്ടും കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിലേക്ക് തന്നെ പോകുന്നു. അവിടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസിന്റെ ഒരു വലിയ സന്നാഹം അവിടെ ഉണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വീണ്ടും തത്സമയം. ബൽറാം, ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, അവിടുത്തെ തലസ്ഥാനം കൊൽക്കത്ത, അവിടെയാണ് ഈ രീതിയിൽ ഒരു യുവ വനിതാ ഡോക്ടർ അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്നിട്ട് അതേ മുഖ്യമന്ത്രി തന്നെ, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ തെരുവിലിറങ്ങുന്നു, നീതി വേണം എന്നാവശ്യപ്പെടുന്നു. CBIയോട് എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താൻ പറയുന്നു. ഇതെല്ലാം അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളിൽ. നിലവിൽ എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു രീതി അവിടെ? പ്രജിൻ, തീർച്ചയായും പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ. നിലവിൽ ഏറ്റവും ശക്തയായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജി. ആ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല, ഭരണകൂടം പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. നൂറുകണക്കിന് പോലീസുകാരുണ്ട്, പല വിഭാഗങ്ങളിൽപ്പെട്ട പോലീസുകാരുണ്ട്. അവർക്ക് അഭിമുഖമായാണ് ഈ തെരുവിന്റെ, ഈ റോഡിന്റെ പല കോണുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇവർ പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്, പല വീടുകളിൽ നിന്ന്, പല പ്രായത്തിലുള്ളവർ, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ അടക്കമുള്ളവർ ഉണ്ട്, സ്ത്രീകളുണ്ട്. ഇവരെല്ലാം തന്നെ ഒരേ മുദ്രാവാക്യം ഉയർത്തുന്നു: നീതി വേണം, ഇരയ്ക്ക് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പല മുദ്രാവാക്യങ്ങൾ ഇതേ
ആവശ്യം ഉന്നയിച്ചുള്ള പല മുദ്രാവാക്യങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്യന്തം രോഷാകുലരാണ് ഈ ജനക്കൂട്ടം. കാരണം ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ഒരു നഗരത്ത് നടന്നിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല. ഇരയ്ക്ക് നീതി ലഭിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലുണ്ടായി എന്നുള്ള ആരോപണമാണ് ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. അവർക്ക് പരിചയമുള്ളവരെല്ലാം തന്നെ ഇതിൽ ഒന്നിലേറെ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പു പറയുമ്പോഴും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ല. കൂടാതെ ഒന്നിലേറെ പ്രതികളുണ്ട് എന്നുള്ള ആ സംശയം തന്നെ നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ CBI സൈക്കോ അനാലിസിസ് ടെസ്റ്റുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഒരു പ്രതി മാത്രമാണ് CBIയുടെ കസ്റ്റഡിയിലുള്ള അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെയും ഒപ്പം ഈ ടെസ്റ്റ് നടത്തുന്നതിലൂടെയും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന് CBI പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, വലിയ പ്രതിഷേധം രാജ്യത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ന് കേരളത്തിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി PG ഡോക്ടേഴ്സ് ഉൾപ്പെടെ പണിമുടക്കിയിരുന്നു. സമാനമായ സാഹചര്യമാണ് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൊൽക്കത്ത നഗരം അത് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ്. ആ ആശുപത്രിക്ക് മുൻപിൽ വലിയ പ്രതിഷേധവുമായി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ വാർത്തയിലാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ, വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ പൂർത്തിയാവുകയാണ്. നാളെ 10 മണിക്ക് 10:30 വീണ്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എത്താം. ഗുഡ് നൈറ്റ്.